ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 വീഡിയോ ക്ലിപ്പിലായിട്ട് കൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം റേഷ്യോസ് എന്ന് പറയുന്ന പാഠമാണ് അല്ലെങ്കിൽ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്വസ്റ്റ്യൻ, ഒരുപാട് റേഷ്യോകൾ തന്നിട്ട് അതിൽ നിന്ന് ഓരോ റേഷ്യോകളിൽ നിന്നും നമ്മളൊരു ബാലൻസ് ഷീറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള അസറ്റുകളെയും ലയബിലിറ്റികളെയും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ആ പ്രോബ്ലം നമ്മൾ ചെയ്ത് മുഴുമിപ്പിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അതുവരെ പറയുമ്പോഴേക്കും നമ്മളത് 3 വീഡിയോയിലേക്ക് ലെങ്തി ആയതുകൊണ്ടാണ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗത്തെക്കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് എല്ലാ അസറ്റുകളെയും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കറണ്ട് അസറ്റുകളെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നമ്മൾ സ്റ്റോക്ക് അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സിനെ എല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് സെപ്പറേറ്റ് നമ്മൾ ഡിജിറ്റുകളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കൊണ്ടുപോയി എഴുതാനുള്ളതാണ്. ഇനി ബാക്കി കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം. ആ ക്വസ്റ്റ്യനിൽ ബാക്കി ഇങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനുള്ളത് ടേൺ ഓവർ ടു ഫിക്സഡ് അസറ്റ് റേഷ്യോ 1.2 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ്. അതിൽ നിന്ന് ടേൺ ഓവർ ടു ഫിക്സഡ് അസറ്റ് 1.2 എന്നുള്ള റിസൾട്ടിൽ നിന്ന് ടേൺ ഓവറും എക്സ്ട്രാക്ട് ചെയ്യാം, ഫിക്സഡ് അസറ്റും എക്സ്ട്രാക്ട് ചെയ്യാം. ടേൺ ഓവർ എന്ന് പറയുന്നത് എന്തുതന്നെയാണ്? സെയിലാണ്. സെയിൽസ് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഇവിടെ ടേൺ ഓവർ ടു ഫിക്സഡ് അസറ്റിൻ്റെ റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിൽസ് എന്നല്ല, കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ കോസ്റ്റ് ഓഫ് സെയിൽ ഓൾറെഡി, അതായത് CGS ഓൾറെഡി നമുക്ക് നമ്മുടെ മുൻ സ്റ്റെപ്പുകളിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കോസ്റ്റ് ഓഫ് സെയിലും ഫിക്സഡ് അസറ്റും തമ്മിലുള്ള റിലേഷനാണ് 1.2 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 1.2 നിന്ന് നമുക്ക് എന്തിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഇനി കിട്ടേണ്ട ഫിക്സഡ് അസറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോർമുല എഴുതി വെക്കാം. ടേൺ ഓവർ ടു ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പ് CGS നമ്മൾ ഓൾറെഡി എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 9 ലക്ഷം അല്ലേ? ഡിവൈഡ് ബൈ നമുക്ക് ഫിക്സഡ് അസറ്റിൻ്റെ ഫിഗറാണ് അറിയാത്തത്. അപ്പോൾ നമ്മളത് അതുപോലെ തന്നെ എഴുതി വെക്കുക. ഫിക്സഡ് അസറ്റ് സമം അതാണ് എത്ര? 1.2 എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സമത്തിൻ്റെ അങ്ങേപ്പുറം കൊണ്ടുപോകുക ഇങ്ങേപ്പുറം കൊണ്ടുപോകുക അല്ലേ? ഇതിപ്പോൾ 9 ലക്ഷം ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഒരു ഭിന്ന സംഖ്യയാണ്. ഈസിക്കൽ ടു എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം പറയുന്നത് 1.2 എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യയാണ്. അതായത് ഇങ്ങനെ എത്തുന്ന സ്റ്റെപ്പ് എത്തുമ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് രണ്ടിനെയും ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാം. അതായത് നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഈ 1.2 എന്നുള്ളതിനെ നമുക്ക് 1.2/1 എന്ന് എഴുതിയാലും റിസൾട്ട് ഒന്നാണ്. അതായത് 1.2 ഹരിക്കണം 1 കൊണ്ട് ഹരിച്ച എല്ലാ ഫിഗറുകളും അതേ സംഖ്യയിലേക്ക് തന്നെ തിരിച്ചെത്തും അല്ലേ? 50 ഹരിക്കണം 1 പറഞ്ഞാൽ 50 ആണ്, 75 ഹരിക്കണം 1 പറഞ്ഞാൽ 75 ആണ്. അപ്പോൾ 1.2 നമുക്ക് ഭിന്നസംഖ്യ രൂപത്തിലേക്കാക്കാൻ 1.2/1 ഈസിക്കൽ ടു 9 ലക്ഷം ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ് എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൽ ഈ ഫിക്സഡ് അസറ്റിൻ്റെ ഫിഗർ മാത്രമാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ബാക്കിയെല്ലാം ക്വസ്റ്റ്യനിലുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റെപ്പിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ് ക്രോസ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട് അല്ലേ? 1.2നെ ഫിക്സഡ് അസറ്റ് കൊണ്ട് ഗുണിക്കുക, 1നെ 9 ലക്ഷം കൊണ്ട് ഗുണിക്കുക അല്ലേ? 1.2 ഇൻറ്റു ഫിക്സഡ് അസറ്റ് പറഞ്ഞാൽ 1.2 ഫിക്സഡ് അസറ്റ് എന്ന് എഴുതിയാൽ മതി. 1.2 ഫിക്സഡ് അസറ്റ് ഈസിക്കൽ ടു 1 ഇൻറ്റു 9 ലക്ഷം എത്ര വരിക? 9 ലക്ഷം തന്നെയാണ് അല്ലേ? അപ്പോൾ 1.2 ഫിക്സഡ് അസറ്റ് ഈസിക്കൽ ടു 9 ലക്ഷം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും അല്ലേ? ഫിക്സഡ് അസറ്റ് സമയം എത്ര ആയിരിക്കും? 9 ലക്ഷം അല്ലേ? ഇവിടെ ഗുണിക്കാനുള്ള 1.2 ഫിക്സഡ് അസറ്റ് ആണ് 1.2 ഇൻറ്റു ഫിക്സഡ് അസറ്റ് എന്നാണ് വായിക്കുക അല്ലേ? ഇപ്പോൾ ഇവിടെ ഗുണിക്കാനുള്ളത് ഇപ്പുറത്തുമ്പോൾ ഹരിക്കാനാക്കുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ 9 ലക്ഷം ഡിവൈഡ് ബൈ 1.2 എന്നുള്ള രീതിയിൽ നമ്മൾ എത്തിയപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക. എത്ര ഉണ്ടായിരിക്കും? 7,50,000. ഇപ്പോൾ നമ്മൾ എന്തിനും കൂടി കിട്ടി? നമുക്ക് ഫിക്സഡ് അസറ്റും കൂടി നമുക്ക് എക്സ്ട്രാക്ട് ആയി. നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് മൊത്തം ഫിക്സഡ് അസറ്റുകൾ എത്ര ഉണ്ടെന്ന് മനസ്സിലായി? 7,50,000 ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒരു ഐറ്റം കൂടി കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ലഭ്യമായ മറ്റൊരു റേഷ്യോ ആയിരുന്നു ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ അല്ലേ? ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ എത്രയായിരുന്നു? 1.25. അപ്പോൾ നമുക്ക് അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതി നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് എഴുതിയേക്കുക. ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത്. ഇതിൻ്റെ റേഷ്യോ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കും. ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് എന്തായിരുന്നു റേഷ്യോ? ഫിക്സഡ് അസറ്റ് അല്ലേ? ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ നെറ്റ് വർത്ത് സമം അത് എത്രയാണെന്നുള്ള നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.25. അപ്പോൾ നമുക്കിങ്ങനെ എഴുതി വെക്കാം.
നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഫണ്ടാണ്. അതായത് ഇക്വിറ്റി എന്ന് പറയുന്ന കാര്യം, മുതലാളിമാരുടെ മൊത്തം ഫണ്ട്, അവരിറക്കിയ ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ അവരുടെ റിസർവ് ആൻഡ് സർപ്ലസ് എല്ലാം കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടുക. അപ്പോൾ നമുക്കിതിൽ ഫിക്സ്ഡ് അസറ്റ് ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. 1.25 സമം ഫിക്സ്ഡ് അസറ്റ് ഇപ്പോൾ നേരെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 7,50,000 അല്ലേ? ഡിവൈഡ് ബൈ നെറ്റ് വർത്ത് നമുക്കറിയില്ല. അപ്പോൾ ഇത് നെറ്റ് വർത്ത് തന്നെ എഴുതി വെക്കാം. നെറ്റ് വർത്ത് സമം 1.25 ഇല്ല, ഓക്കെ, സോറി, 1.25 സമം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 1.25 സമം 7,50,000 ഡിവൈഡ് ബൈ നെറ്റ് വർത്ത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 1.25 1 എന്നു സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ 1.25 ഇൻറ്റു നെറ്റ് വർത്ത് എത്ര വരിക? 1.5 നെറ്റ് വർത്ത്. ഞാനിത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, ഇതൊന്നും ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നവർ പറഞ്ഞിട്ട് ആവശ്യം വരലില്ല. പക്ഷെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ 1.25 ബൈ 1 എന്നാണല്ലോ. അപ്പോൾ ഈ 1നെ 7,00,000 കൊണ്ട് ഗുണിക്കാനാണ്. 1 ഇൻറ്റു 7,00,000 7,00,000 അല്ലേ? ഇപ്പോൾ നമുക്ക് ഇനി നെറ്റ് വർത്ത് സമമാക്കണം. നെറ്റ് വർത്ത് സമം 7,50,000 അല്ലേ? 7,50,000 ഡിവൈഡ് ബൈ, ഇവിടെ ഗുണിക്കാനുള്ളത് അല്ലേ, 1.25 ഇൻറ്റു നെറ്റ് വർത്ത് എന്നാണല്ലോ. അപ്പോൾ ഈ ഗുണിക്കാനുള്ളത് സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ ഹരിക്കാനാവുന്നതാണ് അല്ലേ? 1.25. അപ്പോൾ 7,00,000 ഡിവൈഡ് ബൈ 1.25 കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 6,00,000 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് വർത്ത് എത്രയാണ് കിട്ടി. ഓക്കെ, നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ആണെന്നുള്ളത്. അപ്പോൾ രണ്ടും കൂടി ചേർന്നതാണ് 6,00,000 എന്ന് ഇപ്പോൾ മനസ്സിലായി. പക്ഷേ ഇതിൽ എത്രയാണ് ഷെയർ ക്യാപിറ്റൽ, എത്രയാണ് റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ളത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇനിയുള്ള ഇൻഫർമേഷൻ ഉണ്ടോ നോക്കാം. അപ്പോൾ അതിൽ വേറൊരു ഇൻഫർമേഷൻ ഉണ്ട് അല്ലേ? ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട് 0.5. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയുടെ ഫോർമുല എന്തായിരുന്നു? ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ നമുക്ക് ഇതിനു മുമ്പ് ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു. ഇനി അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിസർവ് ആൻഡ് സർപ്ലസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് അല്ലേ, അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മളുടെ ക്വസ്റ്റ്യനിലുണ്ട് അല്ലേ? റിസർവ് ആൻഡ് സർപ്ലസ് ടു ക്യാപിറ്റൽ, അങ്ങനെ ഒരു ബന്ധം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. റിസർവ് ആൻഡ് സർപ്ലസ് ടു ക്യാപിറ്റൽ അല്ലേ? റിസർവ് ആൻഡ് സർപ്ലസ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ 0.2 എന്ന് തന്നിട്ടുണ്ട്. 0.2. അപ്പോൾ നമുക്കറിയാം റിസർവ് ആൻഡ് സർപ്ലസും ഷെയർ ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 0.2 ആണ്. അപ്പോൾ 0.2 ഈസിക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ റിസർവ് ആൻഡ് സർപ്ലസ് ടു ക്യാപിറ്റലിൻ്റെ ഫോർമുല നമുക്ക് എഴുതിയിട്ട് അതിൽ നിന്ന് ഏത് മാത്രമായിട്ട് സബ്സ്ട്രാക്ട് ചെയ്യാം? അതിലുള്ള ഷെയർ ക്യാപിറ്റൽ മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഫോർമുല ഇപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നതും ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നതും ചേർന്നതാണ് നെറ്റ് വർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തമ്മിലുള്ള റേഷ്യോയും നമുക്ക് 0.2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കാം. ശ്രദ്ധിക്കാം. റിസർവ് ആൻഡ് സർപ്ലസ് സമം 0.2:1. അപ്പോൾ റിസർവ് ആൻഡ് സർപ്ലസ് ഈസിക്കൽ ടു, ഇതിൽ നിന്ന് നമുക്ക് റിസർവ് ആൻഡ് സർപ്ലസ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള മാർഗം റിസർവ് ആൻഡ് സർപ്ലസ് ഈസിക്കൽ ടു 6,00,000 അല്ലേ? 6,00,000 ഇത് രണ്ടും കൂടി പറഞ്ഞു. അതുകൊണ്ട് 6,00,000 നന്നായി ശ്രദ്ധിച്ചുള്ളൂ. 6,00,000 ഗുണിക്കണം 0.2 ഡിവൈഡഡ് ബൈ 1.2. ഈ 1.2 ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന നെറ്റ് വർത്ത് എന്ന് പറയുന്നത്, ഇവിടുത്തെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. അങ്ങനെ വരുമ്പോൾ 0.2 ആണ് റിസർവ് ആൻഡ് സർപ്ലസ് എങ്കിൽ 0.2 ഡിവൈഡ് ബൈ 1.2 ആയിരിക്കും എന്ത് വരിക? അതിൽ നിന്ന് നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസ് മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടി ചേർന്നതാണ് 6,00,000 അല്ലേ? അത് രണ്ടും കൂടിയുള്ള ബന്ധം, റിസർവ് ആൻഡ് സർപ്ലസും ഷെയർ ക്യാപിറ്റലും തമ്മിലുള്ള ബന്ധം, അതായത് അതിൻ്റെ റേഷ്യോ റിസർവ് ആൻഡ് സർപ്ലസ് ടു ക്യാപിറ്റൽ എന്ന് പറയുന്നത് 0.2 ആണ്. അപ്പോൾ അതിൽ നിന്ന് റിസർവ് ആൻഡ് സർപ്ലസിന് മാത്രം എക്സ്ട്രാക്ട് ചെയ്യാൻ 6,00,000 ഇൻറ്റു 0.2 ഡിവൈഡ് ബൈ 1.2 ചെയ്താൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എത്ര രൂപ എന്ന് കിട്ടും? 1,00,000 എന്ന് കിട്ടും അല്ലേ? ഇപ്പോൾ 6,00,000 ആണ് ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും എന്ന് കിട്ടി. അതിൽ 1,00,000 റിസർവ് ആൻഡ് സർപ്ലസ് മാത്രമാണെന്ന് കിട്ടി. സ്വാഭാവികമായിട്ടും 5,00,000 രൂപയായിരിക്കും എന്തായിട്ട് വരിക? ഷെയർ ക്യാപിറ്റലായിട്ട് വരിക. നന്നായി ശ്രദ്ധിക്കുക. ഷെയർ ക്യാപിറ്റൽ സമം ദെർഫോർ അല്ലേ? ഷെയർ ക്യാപിറ്റൽ സമം 6,00,000 മൈനസ് 1,00,000 അല്ലേ? ദാറ്റ് ഈസ് 5,00,000. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഷെയർ ക്യാപിറ്റൽ സെപ്പറേറ്റ് 5,00,000 എന്ന് കിട്ടി.
റിസർവ് ആൻഡ് സർപ്ലസ് 1 ലക്ഷം എന്ന് കിട്ടി അല്ലേ. ടോട്ടലാണ് 6 ലക്ഷം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ വേറിയിരിക്കാൻ പറ്റി. ഇനി നമുക്ക് CGR കൂടി എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ നോക്കുക അല്ലേ. CGRൻ്റെ ഫോർമുല എന്തായിരുന്നു? CGRൻ്റെ ഫോർമുല ഫിക്സഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഫിക്സഡ് ഡിവിഡൻഡ് ബിയറിംഗ് ഫണ്ട് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതായത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഫിക്സഡ് ഡിവിഡൻഡ് ബീയിങ് ഫണ്ട് എന്ന് പറയുന്നത് ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഡിബഞ്ചറും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുമാണ് ഈ നിശ്ചിത പലിശയോ അല്ലെങ്കിൽ നിശ്ചിത ലാഭവിഹിതമോ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതാണ് CGR അല്ലേ. അപ്പോൾ CGRൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. CGR ഈസ് ഈക്വൽ ടു ഫിക്സഡ് ഇൻട്രസ്റ്റ് ബാർ അല്ലെങ്കിൽ ഫിക്സഡ് ഡിവിഡൻഡ് ബിയർ ചെയ്യുന്ന ഫണ്ടുകൾ, ഫിക്സഡ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ബിയറിംഗ് ഫണ്ട് ഡിവൈഡ് ബൈ എന്തായിരുന്നു ഫോർമുല? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലേ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇതും എത്രയും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ CGRൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 0.5 ആണെന്ന് നമുക്കറിയാം. 0.5 ഈസ് ഈക്വൽ ടു ഫിക്സഡ് ഇൻട്രസ്റ്റ് ബാർ ഡിവിഡൻഡ് ബിയറിംഗ് ഫണ്ട് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇതിലിപ്പോൾ 0.5 നമുക്കറിയാം. ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. എത്രയായിരുന്നു? ഇപ്പോൾ നേരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് റിസർവ് ആൻഡ് സർപ്ലസ് സെപ്പറേറ്റ് മാറ്റുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് എത്ര മാത്രമാണ്? 5 ലക്ഷം മാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? 0.5 ഈസ് ഈക്വൽ ടു മുകളിൽ കിട്ടാനുള്ള ഫിക്സഡ് ഇൻട്രസ്റ്റ് നമുക്ക് അറിയില്ല, അതുപോലെ അറിയില്ല, നമ്മൾ ആ പേരിനെ എഴുതിയേക്കുക. ഡിവൈഡ് ബൈ എത്ര എഴുതാം? നേരത്തെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 5 ലക്ഷമാണ് അല്ലേ. ഇനിയിപ്പോൾ 0.5 ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ബൈ 5 ലക്ഷം. അപ്പോൾ നമുക്ക് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? ഇപ്പോൾ നമ്മളിവിടെ 1 എന്ന് സങ്കല്പമാണ്. 1 ഇൻറ്റു അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 1 ഇൻറ്റു ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഫണ്ടുകൾ. അപ്പോൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഫണ്ട് സമം എത്ര ഉണ്ടാവുക? സമം ഇപ്പോൾ നമ്മൾ ഇവിടെ 1 ഇൻറ്റു ഫിക്സഡ് ഇനി 0.5 ഇൻറ്റു 5 ലക്ഷം 0.5 ഇൻറ്റു 5 ലക്ഷം അല്ലേ. അപ്പോൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഫണ്ട് എന്ന് പറയുന്നത് എത്ര കിട്ടും? 0.5 ഇൻറ്റു 5 ലാക്ക് അല്ലേ. 5 ലാക്ക് എത്ര ഉണ്ടാവുക? നമുക്ക് ടോട്ടൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്, സോറി ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു അല്ലേ. ഓക്കെ, 5 ലക്ഷം എന്നുള്ളത് എത്രയാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്നുണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമല്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുണ്ട്. അപ്പോൾ 5 ലക്ഷത്തിന് പകരം എത്ര എഴുതേണ്ടി വരാം? 6 ലക്ഷം എഴുതേണ്ടി വരും അല്ലേ. 6 ലാക്കാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 0.5 ഇൻറ്റു 6 ലാക്ക് 0.5 ഇൻറ്റു 6 ലാക്ക് എത്ര വരിക? 6 ലക്ഷം. കാൽക്കുലേറ്റർ മടിച്ചു നോക്കുക. 6 ലക്ഷം ഗുണിക്കണം 0.5 സമയം എത്ര വരും? 3 ലാക്ക്. ഇപ്പോൾ നമ്മൾ ഇതിൽ തന്നിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റേഷ്യോകളും എക്സ്ട്രാക്ട് ചെയ്ത് ലയബിലിറ്റി സൈഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ്, അതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് കിട്ടിയ 3 ലാക്ക് എന്താണ്? ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഫണ്ട്, അതായത് ഡിബഞ്ചറുകളും പ്രിഫറൻസ് ഷെയറുകളും കൂടി ചേർന്ന സംഖ്യ, അതായത് ലോങ് ടേം ഫണ്ടുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. അത് എത്രയെന്ന് കിട്ടി? 3 ലാക്ക് എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലും ഈ ക്ലാസ്സുകളിലായിട്ട് മുഴുവൻ കാര്യങ്ങളുടെയും എക്സ്ട്രാക്ട് ചെയ്ത ഫിഗറുകൾ കിട്ടി. ഇനി നല്ല ഇതിലുള്ള നമുക്ക് കിട്ടിയ ഓരോരോ കാര്യങ്ങളും ഒരു ബാലൻസ് ഷീറ്റ് വരച്ചിട്ട് അതിൻ്റെ അസറ്റ് സൈഡിലേക്കും ലയബിലിറ്റി സൈഡിലേക്കും എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ടാലി ചെയ്യുന്ന ഒരു ബാലൻസ് ഷീറ്റ് കിട്ടും. ഓക്കെ, നമുക്കതും കൂടി നോക്കാം.